ലിവർപൂളിൽ എന്താണ് നടക്കുന്നത്? സ്ലോട്ടിനെ പുറത്താക്കണം. ജസ്റ്റിസ് ഫോർ സലാഹ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സ്ലോട്ടിന് ലിവർപൂൾ താരങ്ങളുടെ സപ്പോർട്ടിന് ലഭിക്കുമോ? കുറച്ച് ദിവസങ്ങളായി ലിവർപൂളിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ഇതെല്ലാമായിരുന്നു. ചില സമയങ്ങളിൽ ഫുട്ബോളല്ല, മറിച്ച് അതിന് പുറത്തു നടക്കുന്ന കാര്യങ്ങളാണ് ഉച്ചത്തിലും ഉയരത്തിലും കേൾക്കുക. അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു ലിവർപൂൾ. മീഡിയയെല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിലൂടെയാണ് സ്ലോട്ടും സംഘവും മിലാനിലെത്തുന്നത്. നേരിടുന്നതോ ഇറ്റാലിയൻ ശക്തികളായ ഇന്ററിനെ. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകൾ. കഴിഞ്ഞ 7 മത്സരങ്ങളിൽ 5ഉം ജയിച്ചു നിൽക്കുന്നു. കഴിഞ്ഞ 18 മത്സരങ്ങളായി ചാമ്പ്യൻസ് ലീഗിൽ സാൻസിറോയിൽ തോൽവി അറിഞ്ഞിട്ടുമില്ല. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൊണ്ടും വീണ്ടും ഒരു ലിവർപൂൾ തോൽവി മണക്കുന്നുണ്ടായിരുന്നു. ശക്തമായ ഇന്ററിനെതിരെ 4-4-2 ഫോർമേഷനിലായിരുന്നു തന്റെ ടീമിനെ ആർനെ സ്ലോട്ട് വിന്യസിച്ചത്. പണിഷ്മെന്റ് കിട്ടിയ സലയും പരിക്ക് മൂലം ഗ്യാക്പോയും കിയേസിയും ടീമിനൊപ്പം ഉണ്ടായിരുന്നില്ല. തന്റെ പുതിയ സ്ട്രൈക്കർമാരായ ഇസാക്കിനെയും എക്കിറ്റിക്കയെയും ഒരുമിച്ച് മുന്നേറ്റത്തിൽ വിന്യസിക്കാനാണ് സ്ലോട്ട് തീരുമാനിച്ചത്. വിറ്റ്സിനെ ബെഞ്ചിലേക്ക് ഡ്രോപ്പ് ചെയ്ത സ്ലോട്ട് അലക്സിസ് മെക്കാലിസ്റ്ററിനാണ് അറ്റാക്കിംഗ് റോളിൽ നിയമിച്ചത്. ഗ്രാവംബർക്കും ജോൺസും ഡീപ് ലൈങ് മിഡ്ഫീൽഡർമാരായും റൈറ്റിൽ നിന്ന് സെൻട്രലിലേക്ക് കയറി വരുന്നത് പോലെ സൊബോസ്ലായും ടീമിലുണ്ടായിരുന്നു. ഡിഫൻസിൽ കൊനാറ്റയ്ക്കും വാൻഡൈക്കിനും റോബർട്സിനുമൊപ്പം ജോ ഗോമസ് ആണ് റൈറ്റ് ബാക്കിൽ കളിച്ചത്. മറുഭാഗത്ത് ഇന്റർ അവരുടെ സ്വതസിദ്ധമായ 3 at the back ശൈലിയിലാണ് കളിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരേ ഒരു മാറ്റം മാത്രമാണ് ടീമിലുണ്ടായിരുന്നത്. സെലൻസ്കിക്ക് പകരം മിഖിറ്റാരിയൻ ടീമിൽ വന്നു. ഡിഫൻസിൽ അക്കാഞ്ചി, അച്ചർബി, ബാസ്റ്റോണി. വിംഗ് ബാക്കുകളായി ഡിമാർക്കോയും ലൂയിസ് എൻറിക്കയും. മധ്യനിരയിൽ ബരേല, കെലനോഗ്ലു, മിഖിറ്റാരിയൻ സഖ്യം. മുന്നേറ്റം നയിക്കാൻ ക്യാപ്റ്റൻ ലൗട്ടോറോ മാർട്ടിനസും മാർക്കസ് തുറാമും. റയലിനെതിരെ തുടങ്ങിയതുപോലെ വാൻഡൈക്കിന്റെ ലോങ് ബോളിൽ നിന്ന് തന്നെയാണ് ലിവർപൂൾ ഈ മത്സരവും തുടങ്ങിയത്. തുടക്കത്തിൽ ഇന്ററാണ് മത്സരം നിയന്ത്രിച്ചതെങ്കിലും മത്സരത്തിലെ ആദ്യ ഷോട്ട് ഉതിർത്തത് ലിവർപൂൾ ആയിരുന്നു. 17-ാം മിനിറ്റിൽ ഇന്ററിന്റെ ബോക്സിന്റെ പുറത്തുനിന്ന് ബോൾ പിടിച്ചെടുത്ത ജോൺസ് മിഖിറ്റാരിയനും കട്ട് ചെയ്ത് ഒരു ഷോട്ട് ഉതിർത്തു. അത് സോമർ തടുത്തിട്ടു. വീണ്ടും 10 മിനിറ്റുകൾ ശേഷം അടുത്ത അവസരവും എത്തി. ബാക്കിൽ നിന്ന് കൊനാറ്റെ നീട്ടി നൽകിയ പാസ് ഓടിയെടുത്തേക്കിട്ടേക്ക് ഇന്റർ ഡിഫൻസിനെ മറികടന്ന് ഒരു ക്രോസ് നൽകി. പക്ഷേ അതും സോമർ തടുത്തിട്ടു. സ്ലോട്ട് അധികം ഉപയോഗിക്കാത്ത അറ്റാക്കിംഗ് കോമ്പിനേഷനാണ് ഇസാക്ക് എക്കിറ്റിക്കെ കോമ്പിനേഷൻ. പക്ഷേ വിങ്ങർമാരുടെ അഭാവത്തിൽ സ്ലോട്ടിന് അതിന് മുതിരേണ്ടി വന്നു. ഇറങ്ങി വന്ന് ബോളുകൾ എടുത്ത് സ്പേസുകൾ ഉപയോഗിക്കാൻ എക്കിറ്റിക്കെ ശ്രമിക്കുമ്പോൾ ഇന്ററിന്റെ അവസാന ഡിഫൻസീവ് ലൈനിൽ നിന്ന് മുന്നേറാനാണ് ഇസാക്ക് ശ്രമിച്ചത്. ആദ്യ പകുതിയിൽ എക്കിറ്റിക്കയായിരുന്നു മെച്ചപ്പെട്ട രീതിയിൽ കളിച്ചതെങ്കിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ചില മികച്ച അവസരങ്ങൾ ഉണ്ടാക്കാൻ ഇസാക്കിനും സാധിച്ചു. 31-ാം മിനിറ്റിൽ ലിവർപൂളിന്റെ കോർണറിൽ നിന്നാണ് മത്സരത്തിലെ ആദ്യത്തെ പ്രധാന നിമിഷം എത്തുന്നത്. ഫാർ പോസ്റ്റ് ലക്ഷ്യമാക്കി സൊബോസ്ലി എടുത്ത കോർണർ കിക്ക് എക്കിറ്റിക്കയും വാൻഡൈക്കും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ഉയർന്നു വന്ന പന്ത് ഇന്റർ കീപ്പർ സോമറിന് മുന്നിൽ നിന്ന് ഹെഡ് ചെയ്ത് കൊനാട്ടെ ഗോളാക്കി മാറ്റി. പക്ഷേ വാർ പരിശോധനയ്ക്ക് ശേഷം അത് ഗോളല്ല, ഹാൻഡാണ് പറഞ്ഞ് അത് നിഷേധിച്ചു. അതിനെ ചുറ്റിപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. വാൻഡൈക്കാണ് ഹെഡ് ചെയ്തതെങ്കിലും എക്കിറ്റിക്കയുടെ കയ്യിൽ തട്ടിയത് മൂലമാണ് അത് കൊനാട്ടയിലേക്ക് എത്തിയത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല എക്കിറ്റിക്ക അത് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണത് പെനാൽറ്റിയാകുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ. എന്തായാലും ആ ഗോൾ അവിടെ നിഷേധിച്ചു. ലിവർപൂളിന്റെ ഗോളിന് മുന്നിലെ കഥനകഥ വീണ്ടും തുടരുമോ എന്ന് ചിന്തിച്ചു പോയ നിമിഷം. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയമാകേണ്ടി വന്നു ഇന്ററിന്റെ ഒരു ക്ലിയർ കട്ട് ചാൻസ് ലഭിക്കാൻ. ഇടതു വിങ്ങിൽ നിന്ന് ബാസ്റ്റോണി നൽകിയ ഒരു ക്രോസിൽ തലവെച്ച് ലൗട്ടാറോ ബോൾ ലക്ഷ്യത്തിലെത്തിച്ചു. പക്ഷേ ആലിസൺ ഒരു ഗംഭീര സേവയിലൂടെ അത് തടുത്തിട്ടു. രണ്ടാം പകുതിയുടെ 68-ാം മിനിറ്റിൽ ഇസാക്കിന് പകരം വിറ്റ്സിനെയും ഗോമസിന് പകരം ബ്രാഡ്ലിയെയും കളത്തിലിറക്കാൻ സ്ലോട്ട് തീരുമാനിച്ചു. അവിടുന്നാണ് ലിവർപൂളിന്റെ അറ്റാക്കിന് മൂർച്ചയേറിയത്. അതുവരെ ഒരു പ്ലേ മേക്കറില്ലാതെ ഇന്റർ ചുമരിൽ തട്ടി തിരിച്ചു വരുന്ന പോലെയായിരുന്നു ലിവർപൂൾ മുന്നേറ്റം. പക്ഷേ വിറ്റ്സിന്റെയും ബ്രാഡ്ലിയുടെയും അറ്റാക്കിംഗ് റണ്ണുകൾ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ടീമിനെ സഹായിച്ചു. അതിനുദാഹരണമാണ് 80-ാം മിനിറ്റിൽ ബ്രാഡ്ലിക്ക് ലഭിച്ച അവസരവും പിന്നീട് മിനിറ്റുകൾ ശേഷം ലഭിച്ച പെനാൽറ്റിയും. വീണ്ടും ഒരു വിവാദ വിഷയമായ വാർ കോൾ. 84-ാം മിനിറ്റിൽ എക്കിറ്റിക്കയുടെ ഒരു ലോബ് പാസ് ബാസ്റ്റോണി തടുത്തിട്ടു. പക്ഷേ മുന്നിലുണ്ടായിരുന്ന വിറ്റ്സ് ആ ബോളിലേക്ക് നീങ്ങുമ്പോഴേക്കും ബാസ്റ്റോണി അയാളുടെ ഷർട്ട് വലിച്ച് താഴെയിട്ടു. ആദ്യം റഫറി അത് കാര്യമാക്കിയില്ല. പക്ഷേ വാർ പരിശോധനയ്ക്ക് ശേഷം ഒരു പെനാൽറ്റി വിധിച്ചു. ഇവിടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. സലയുടെ അഭാവത്തിൽ കിക്കെടുക്കാനെത്തിയ സൊബോസ്ലായി ഭംഗിയായി പോസ്റ്റിന്റെ വലതുഭാഗത്തേക്ക് അടിച്ചു കയറ്റി. മത്സരശേഷവും ആ പെനാൽറ്റി തന്നെയായിരുന്നു ഇന്റർ താരങ്ങളുടെയും TV പണ്ഡിറ്റുകളുടെയും കുറേ ഓൺലൈൻ പണ്ഡിറ്റുകളുടെയും സംസാര വിഷയം. ഒരു കൂട്ടർ പറയുന്നത് ഷർട്ട് പുള്ളുണ്ട്, അപ്പോൾ അത് പെനാൽറ്റിയാണ്. മറ്റു ചിലർ പറയുന്നത് പ്രീമിയർ ലീഗിലായിരുന്നെങ്കിൽ അത് പെനാൽറ്റി ആവില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം കർമ്മയുടെ ഫലമാണ്. ആദ്യ പകുതിയിൽ ഗോൾ നിഷേധിച്ചില്ലേ, അതിനു പകരമായി ഞങ്ങൾ ഈ ഗോൾ എടുത്താലാമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. സാൻസിറോയിൽ ഇറങ്ങുമ്പോൾ ലിവർപൂളിന് മുന്നിൽ ജയമോ തോൽവിയോ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് ഭംഗിയായി അവർ നടപ്പിലാക്കുകയും ചെയ്തു. ഈ ജയം ഒന്നിൻ്റെയും അവസാനമല്ല. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ലിവർപൂളിനുള്ളിൽ എന്തോ പുകയുന്നുമുണ്ട്. ഇതൊരു പരീക്ഷയാണ്, അഗ്നിപരീക്ഷ. സ്ലോട്ടിനും ലിവർപൂൾ താരങ്ങൾക്കും കടുപ്പമേറിയ മത്സരങ്ങൾ ഇനിയും വരാനുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരാൻ ലിവർപൂളിന് സാധിക്കുമോ, അതോ പുകഞ്ഞ് കത്തിയാർമാനുമോ?
എല്ലാം കാത്തിരുന്ന് കാണാം.